പാലക്കാട് കരിമ്പാപകടത്തിൽ മരിച്ച പെൺകുട്ടികളുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. ചെറുള്ളി അബ്ദുൽ സലാമിൻ്റെ മകൾ ഇർഫാന ഷെറിൻ, അബ്ദുൽ റഫീഖിൻ്റെ മകൾ റിദ ഫാത്തിമ, സലാമിൻ്റെ മകൾ നിദ ഫാത്തിമ, ഷറഫുദ്ദീൻ്റെ മകൾ AS ആയിഷ എന്നിവരായിരുന്നു ഇന്നലെ അപകടത്തിൽ മരിച്ചത്. ഇവരുടെ മൃതദേഹമാണ് അല്പസമയത്തിനകം വീടുകളിലേക്ക് എത്തിക്കാനായി ആംബുലൻസ് തയ്യാറെടുക്കുന്നതും. അല്പസമയം മുമ്പാണ് ബന്ധുക്കൾക്ക് മൃതദേഹമൊക്കെ കൈമാറിയതും. ആനന്ദ് പുതൂർ ചേരുകയാണ് പാലക്കാട് നിന്ന്. ആനന്ദ്, ഈ 6:30 ഇവരുടെ വീടുകളിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് നേരത്തെയും പറഞ്ഞിരുന്നത്. മറ്റ് വിശദാംശങ്ങളും വിവരങ്ങളും. ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്നും ഈ 4 കുട്ടികളുടെയും മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസും അംഗൻവാടിയായി പോലീസ് അടക്കമുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ ഇപ്പോൾ ഈ കുട്ടികളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 25 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് ഇവരുടെ വീടുകളിലേക്കുള്ളത്. 4 കുട്ടികളുടെയും വീടുകൾ അടുത്തടുത്താണ്. ഈ തുപ്പനാട് കരിമ്പലാക്കൽ ഹാളിൽ ഏതാണ്ട് 10 കൂടി തന്നെ പൊതുദർശനം വയ്ക്കും. വീട്ടിൽ കുട്ടികളെ വീട്ടിൽ മൃതദേഹം വെച്ചതിന് ശേഷം പിന്നീട് പൊതുദർശനമായിരിക്കും. അത് തുപ്പനാട് കരിമ്പലാക്കൽ ഹാളിലാണ്. ശേഷം ഉച്ചയോടുകൂടി തന്നെ തുപ്പനാട് ജുമാ മസ്ജിദിൽ ഖബറടക്കം നടക്കും. ഇങ്ങനെയാണ് അതിന്റെ ക്രമീകരണങ്ങളുള്ളത്. എന്തായാലും ഈ വളരെ വലിയ ഒരു വേദന, നാടിന്റെ ഒരു തീരാവേദനയായി തന്നെ ഈ 4 കുഞ്ഞുങ്ങളും മാറിയിരിക്കുകയാണ്. കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ PA ഇർഫാന ഷെറിൻ, നിദ ഫാത്തിമ, നിദ ഫാത്തിമ, AS ആയിഷ എന്നിവരാണ് ഇന്നലെ ഏതാണ്ട് 4 മണിയോട് കൂടി തന്നെ ഇത്തരത്തിൽ നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞു കയറി ദാരുണമായി മരിച്ചത്. ഈ അപകട സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 300 മീറ്റർ കൂടി പിന്നിട്ടാൽ ഇവർ വീടുകളിൽ എത്തുമായിരുന്നു. എന്തായാലും വളരെ വലിയ ഒരു വേദന. ഈ 4 കുഞ്ഞുങ്ങൾക്ക്, ഈ 4 പെണ്ണോമനങ്ങൾക്ക് വിട പറയാൻ വേദനയോടെ കണ്ണീരോടെ നാട് തയ്യാറെടുക്കുകയാണ്. ഈ മധ്യസ്ഥകാലം മുതൽ തുടങ്ങിയതാണ് ഈ 4 പേർക്കിടയിലെ ഈ സൗഹൃദം. സ്കൂളിലെ ഈ 8ാം തരത്തിൽ വിവിധ ഡിവിഷനുകളിലാണ് ഇവർ പഠിച്ചിരുന്നത്. ഈ അപകടത്തിൽപ്പെട്ട കുട്ടികൾ ചിലരെ തിരിച്ചറിയാനാകാതെയാണ് ഈ രക്ഷാപ്രവർത്തകർ ആശുപത്രിയിൽ അറിയിച്ചത്. മാത്രമല്ല, ഈ പൊന്നോമനങ്ങൾക്ക് സംഭവിച്ച ദുരന്തം വീട്ടുകാർ അറിഞ്ഞതും വളരെ വൈകിയായിരുന്നു. ഒരു കുട്ടിയുടെ വാച്ച് കണ്ടാണ് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത് പോലും. 4 കുട്ടികളാണ് ഈ അപകടത്തിൽ മരിച്ചത്. ഒരു കുട്ടി രക്ഷപ്പെടുകയും ചെയ്തു, രക്ഷപ്പെടുകയും ചെയ്തു. എന്തായാലും ഈ റോഡിന്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധവും അത് തന്നെയാണ്. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ നാട്ടുകാർ നടത്തിയിരുന്നു. MLA നിയമസഭയിൽ വിഷയമടക്കം ഉന്നയിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ടും അനുകൂലമായിട്ടുള്ള നടപടി അധികൃതരുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വിമർശനം. മാത്രമല്ല, ഇന്നെന്തായാലും ഈ കളക്ടറേറ്റിൽ നാട്ടുകാരുടെ ഒരു യോഗം കളക്ടർ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ വളരെ വലിയ പ്രതിഷേധം തന്നെയാണ് റോഡ് ഉപരോധിച്ചതടക്കം നാട്ടുകാർ കാഴ്ചവെച്ചത്. തുടർന്ന് ADM-ന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് തൽക്കാലത്തേക്ക് നാട്ടുകാർ വഴങ്ങിയത്. എന്തായാലും ഇന്ന് കളക്ടറേറ്റിൽ യോഗമടക്കം ചേരും. ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികൾ പരിശോധിക്കുമെന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. എന്തായാലും അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഒരു ദുരിതത്തിന്റെ ഞെട്ടലിൽ തന്നെയാണ് ഈ 4 കുഞ്ഞുങ്ങളുടെയും നാട്. പാലക്കാട് പനയമ്പാടത്ത് സിമന്റ് ലോറി ഇടിച്ചു കയറിയായിരുന്നു ഈ 4 സ്കൂൾ വിദ്യാർത്ഥിനികളുടെ ദാരുണാന്ത്യം ഇന്നലെ സംഭവിച്ചത്. നാടിനെ ഒന്നാകെ നടുക്കിയ ദുരന്തം. കുറച്ചുനാൾ മുമ്പ് ആലപ്പുഴ കളർക്കോട് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണം സംഭവിച്ചു. ആ വേദന മാറും മുമ്പാണ് കേരളത്തിന് മറ്റൊരു ആഘാതമായി പാലക്കാട് കൂടി മാറുന്നത്. റോഡ് അപകടത്തിൽ 4 കുഞ്ഞുങ്ങളുടെ ജീവൻ പൊലിഞ്ഞു. അവരുടെ മൃതദേഹം അല്പസമയത്തിന് മുമ്പ് ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ, ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇവരുടെ വീടുകളിലേക്ക് എത്തിച്ചേരും. കഴിഞ്ഞ ദിവസം ഈ അപകട വിവരം അറിഞ്ഞ സമയം മുതൽ ഇവിടെ അപകടങ്ങൾ തുടർക്കഥയാകുന്നതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികളുടെ ചെറിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എന്തായാലും ഇതിന്മേൽ ചർച്ച നടത്തും എന്ന കളക്ടറുടെ ഒരു ഉറപ്പും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്.
റോഡിലെ പ്രശ്നപരിഹാരത്തിന് കളക്ടറുടെ അധ്യക്ഷതയിൽ പ്രദേശവാസികളുമായി ചർച്ച നടത്താൻ തീരുമാനമായതൊടുവിൽ പക്ഷേ ഈ അപകടത്തിൽ 4 പേരുടെ ജീവൻ പൊലിഞ്ഞതിന് ശേഷം ആണ് ഈ അധികാരികളുടെ കണ്ണ് തുറക്കുന്നത് എന്നുള്ളൊരു പരാതി അത് പ്രദേശവാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്നതും വാസ്തവമാണ്. ഇന്ന് രാവിലെയാണ് ഈ ചർച്ച നിശ്ചയിച്ചിരിക്കുന്നതും. നിരവധി തവണ അതോറിറ്റികളോട് ഈ അപകട പ്രദേശത്തെക്കുറിച്ച് പ്രദേശവാസികളൊക്കെ പരാതി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇതിന്മേലുള്ള നടപടികളൊന്നും എടുക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഉന്നയിച്ചാണ് ഇന്നലെ അവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നതും. അതേ തുടർന്നാണ് കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേരാനുള്ള തീരുമാനമൊക്കെ ഉണ്ടായത്. ആനന്ദ്, ഈ മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇവരുടെ പൊതുദർശനം ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. സ്കൂളിൽ പൊതുദർശനം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയിപ്പ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ്ട് 6:30 കൂടി തന്നെ ഇവരുടെ എല്ലാ മൃതദേഹങ്ങൾ വീടുകളിലേക്ക് എത്തും. ഈ 4 പേരുടെയും വീടുകൾ അടുത്തടുത്ത് തന്നെയാണ്. തുടർന്ന് വീട്ടിലെ ദർശനത്തിന് ശേഷം തുപ്പനാട് കരിമ്പനായ്ക്കൽ ഹാളിൽ പൊതുദർശനം നിർവഹിക്കും. തുടർന്ന് അത് 10:30 കൂടി തന്നെയാണ് അത്തരത്തിലുള്ള പൊതുദർശനം നിർവഹിക്കുക എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതിനുശേഷം ഈ തുപ്പനാട് ജുമാ മസ്ജിദിൽ ഖബറടക്കം ഇങ്ങനെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ 4 കുട്ടികളുടെയും മരണത്തിനിടയാക്കിയ കാരണത്തിന്റെ പ്രധാന വില്ലൻ റോഡിന്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം തന്നെയാണെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. കാരണം ഈ മരണത്തിന് കാരണമായ ഈ ലോറിയിൽ അമിത ലോഡിൽ നിന്നും ടയറിന് പ്രശ്നമില്ലെന്നും MVD കഴിഞ്ഞ ദിവസം പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. റോഡിന്റെ ചെറിയ ഒരു ഭാഗത്ത് ടേണിങ്ങിന് പ്രശ്നമുണ്ടെന്നും ഇത് സംബന്ധിച്ച് ഹ്രസ്വകാലത്ത് പൂർത്തീകരിക്കാവുന്ന പണികൾ ചെയ്തിരുന്നെന്നും MVD ഇന്നലെ പറഞ്ഞിരുന്നു. എന്തായാലും ഈ മഴയിൽ വീണ്ടും ഗ്രിപ്പ് നഷ്ടപ്പെട്ടതാണോ അപകട കാരണമെന്നും മറ്റുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തത വരുമെന്നും ഇന്നലെ തന്നെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പരീക്ഷ കഴിഞ്ഞ് വന്നിരുന്ന ഈ 4 കുഞ്ഞുങ്ങളാണ് ഈ ലോകത്തോട് ഇന്നലെ വിട പറഞ്ഞത്. KL 59 T7475 എന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ലോറി ഇടിച്ച് സിമന്റ് കയറ്റി വന്ന ലോറി മറയുകയായിരുന്നു. വൈകുന്നേരം 4 മണിയോടെ പരീക്ഷ കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥിനികൾ വീട്ടിലേക്ക് മടങ്ങാൻ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുമ്പോഴായിരുന്നു ഈ അപകടം. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ ഇർഫാന, ഷിത, റിത, ആയിഷ എന്നിവരാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞു വരുന്നത് കണ്ട് ഒരു വിദ്യാർത്ഥിനി ചാടി മാറി. മറ്റു കുട്ടികളുടെ മുകളിലേക്ക് ലോറി മറയുകയായിരുന്നു. 3 കുട്ടികളും സംഭവ സ്ഥലത്ത് വെച്ചും ഗുരുതരമായി പരിക്കേറ്റ ഒരു കുട്ടി ആശുപത്രിയിൽ ചികിത്സയിരിക്കെയാണ് മരിച്ചത്. 5:20 കൂടി തന്നെ ഇന്ന് പുലർച്ചെ തന്നെ ഈ 4 കുട്ടികളുടെയും മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്നും ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. തുടർന്നിപ്പോൾ പോലീസ് വാഹനത്തിന്റെ അകമ്പടിയോടുകൂടി തന്നെ ആംബുലൻസുകളിലായി ഇവരുടെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത്. 6:30 കൂടി തന്നെ വീട്ടിലെത്തിച്ചേരും. ശേഷം പൊതുദർശനം, ശേഷം തുപ്പനാട് ജുമാ മസ്ജിദിൽ ഖബറടക്കം. മരണത്തിലും പിരിയാത്ത സൗഹൃദം എന്ന വേദനയോടെ ഓർക്കേണ്ടി വരും ഈ 4 കൂട്ടുകാരുടെ കാര്യം. കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ PA ഇർഫാന ഷെറിൻ, റിദ ഫാത്തിമ, KM നിദ ഫാത്തിമ, AS ആയിഷ എന്നിവരാണ് കഴിഞ്ഞ ദിവസം നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞു കയറി ദാരുണമായി മരിച്ചത്. ഈ കൂട്ടുകാർ നാടിൻ്റെ തീരാ നോവാകുമ്പോൾ ചെറുള്ളി ഗ്രാമത്തിൽ അടുത്തടുത്തായി താമസിക്കുന്നവരായിരുന്നു. എന്തിനും ഏതിനും ഒരുമിച്ചായിരുന്നു ഇവർ എന്ന് നാട്ടുകാരും ഇന്നലെ ഓർത്തെടുത്തിരുന്നു. അവധി ദിവസങ്ങളിലൊക്കെ ഒരുമിച്ച് കൂടും, സ്കൂളിലും ഒരുമിച്ച്, എന്തിനും ഒരുമിച്ച്, കളിക്കാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും. ഈ അപകട സ്ഥലത്ത് നിന്ന് 300 മീറ്റർ കൂടി പിന്നിട്ടാൽ ഇവരുടെ വീടുകൾ എത്തിയിരുന്നു. പക്ഷേ അപകടം പതിയിരുന്നത് ഈ പരീക്ഷയ്ക്കും വീടിനും മധ്യേ എന്നതാണ്. ഒരുപക്ഷെ മദ്രസ പഠനം മുതൽ തുടങ്ങിയ സൗഹൃദമാണ് 4 പേരുടേതും എന്ന് ബന്ധുക്കളും സാക്ഷ്യപ്പെടുത്തുന്നു. ഈ സ്കൂളിൽ 8ാം ക്ലാസ് വിവിധ ഡിവിഷനുകളിലാണ് പഠിച്ചിരുന്നുവെങ്കിലും
സ്കൂളും വീടും ഒക്കെ അടുത്തടുത്തായതുകൊണ്ട് എന്നും ഊഷ്മളമായ ഒരു സൗഹൃദം കാത്തു സൂക്ഷിച്ച ആ 4 കുരുന്നുകൾ, 4 മിടുക്കരായ പെൺകുട്ടികൾ, അവരെയാണ് നിരത്തിൽ ഈ അപകടത്തിൽ നഷ്ടമായത്. ശിവദാസ് കന്മനം കൂടി ചേരുകയാണ്. ശിവദാസ് ഇപ്പോൾ എവിടെയാണ്? അവിടെ നിന്നുള്ള വിവരങ്ങൾ കൂടി. ഞാനിപ്പോൾ ഉള്ളത് റീത ഫാത്തിമയുടെ വീടിന് സമീപത്താണ് ഉള്ളത്. 4 വീടും ഏകദേശം അടുത്ത് തന്നെയാണ്. കാരണം ഈ 4 കുട്ടികളും ഒരുമിച്ചാണ് സാധാരണ സ്കൂളിൽ പോകാറുള്ളതും തിരിച്ചു വരുന്നതും എല്ലാം തന്നെ മിക്കപ്പോഴും ഒരുമിച്ചാണ്. ഇവരുടെ വീടുകളും ഏകദേശം തൊട്ട് അടുത്ത് തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ നിന്നും കുട്ടികളുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ വീടുകളിലേക്ക് എത്തും. അതിനുശേഷം ആണ് പൊതുദർശനം ഉണ്ടാവുക. കുപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിന് സമീപമുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വച്ചാണ് പൊതുദർശനം നടക്കുക. ഇപ്പോൾ തന്നെ ഈ വീടുകളിലേക്കെല്ലാം തന്നെ ബന്ധുക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീടുകളിൽ അല്പസമയം മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ശേഷമായിരിക്കും പൊതുസ്ഥലത്ത് ഈ ഓഡിറ്റോറിയത്തിൽ ഒരു പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഖബറടക്കം ഉണ്ടാകും. ഇന്നലെ വൈകിട്ട് 4 മണിക്കാണ് ഇത്തരത്തിൽ ഒരു വലിയ ദുരന്തം കല്ലടിക്കോട് പനയമ്പാടം എന്ന ഈ പ്രദേശത്ത് ഉണ്ടായത്. ഇന്ന് വൈകിട്ട് ലോറി ഇടിച്ച ഈ കുട്ടികളുടെ മേലേക്ക് മറിയുകയായിരുന്നു. വൈകിട്ട് 4 മണിക്ക് ഒരു സിമന്റ് ലോഡ് കയറ്റി വന്ന ലോറിയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടാക്കിയത്. സാധാരണ പതിവായി അപകടം നടക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇത്. വലിയൊരു വളവ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവിടെ വലിയ രീതിയിലുള്ള അപകടങ്ങളെല്ലാം തന്നെ മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. വലുതും ചെറുതുമായ നിരവധി അപകടങ്ങൾ ഈ സമീപ പ്രദേശങ്ങളിലടക്കം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖല കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ അപകടം നടന്നതിന് ശേഷം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധമടക്കം ഇവിടെ ഉണ്ടായിരുന്നു. റോഡ് ഉപരോധിച്ചടക്കം നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. പിന്നീട് അതിനുശേഷം ജില്ലാ കളക്ടറും മറ്റ് ഉദ്യോഗസ്ഥരും അടക്കം ഈ ജനങ്ങളുമായി സംസാരിച്ചതിന് ശേഷം ആണ് ഈ ഒരു പ്രതിഷേധമടക്കം നിർത്തിയത്. പിന്നീട് ജില്ലാ കളക്ടറുടെ ചേംബറിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ചർച്ച നടത്താം എന്ന ഉറപ്പും പരിഹാരം ഉണ്ടാകും എന്നുള്ള ഉറപ്പും ജനങ്ങൾക്ക് നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇവർ ഇന്നലെ ആ സമയത്തുണ്ടായ അപകടശേഷം ഉണ്ടായിരുന്ന ആ പ്രതിഷേധമെല്ലാം തന്നെ അവസാനിപ്പിച്ചത്. അത്തരത്തിൽ തുടർച്ചയായി തന്നെ ദുരന്തം ഉണ്ടാകുന്ന ഒരു മേഖല. കഴിഞ്ഞ 3 വർഷത്തിനിടെ മാത്രം ഇവിടെ ഏകദേശം 55ഓളം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ മേഖലയിൽ മാത്രം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി 300ഓളം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകിയിട്ടുണ്ട്. 3 വർഷം മുൻപാണ് ഈ റോഡിന്റെ നവീകരണം എല്ലാം കഴിഞ്ഞത്. അതിനുശേഷമാണ് അപകടം ഇത്തരത്തിൽ വർദ്ധിച്ചത് എന്നാണ് പറയുന്നത്. സാധാരണ ചെറിയ മഴ പെയ്താൽ പോലും ഇത്തരത്തിൽ ഇവിടെ ദുരന്തങ്ങൾ ഉണ്ടാകും. എന്തായാലും ഇന്നലെ ഉണ്ടായത് അപ്രതീക്ഷിതമായി വലിയ ഒരു ദുരന്തം തന്നെയാണ്. ഈ ഒരു നാടിനെ, കല്ലിടക്കോട് നാടിനെ ഒന്നാകെ തന്നെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് 3 കുട്ടികളുടെ ജീവൻ. 4 പെൺകുട്ടികൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവർ. കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികളാണ് മരിച്ച 4 പേരും. അവർ ഇന്നലെ പരീക്ഷ കഴിഞ്ഞ് മടങ്ങുന്നതിന് ഇടയിലാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. അവർ നടന്നു വരുമ്പോൾ അവരുടെ മുകളിലേക്ക് ഈ ലോറി തെന്നി മറിയുകയായിരുന്നു. മറ്റൊരു ലോറിയുടെ പുറകിൽ ഇടിച്ച് ആണ് ഈ ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ കുട്ടികളുടെ നടന്നു വരികയായിരുന്ന കുട്ടികളുടെ മേലേക്ക് മറിഞ്ഞ് വീണത്. ഈ 4 കുട്ടികളും തൽക്ഷണം തന്നെ മരിച്ചു. ഒരു കുട്ടിക്ക് ലോറിക്ക് അടിയിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ ജീവനുണ്ടായിരുന്നു. പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ആ കുട്ടിയുടെയും ജീവൻ നഷ്ടമായി. ഇങ്ങനെ 4 കുട്ടികളാണ് ഈ ഒരു അപകടത്തിൽ ഒറ്റ നിമിഷത്തിൽ തന്നെ 4 കുട്ടികളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഇന്ന് ആ കുട്ടികളുടെ ഖബറടക്കം